ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. തൻ്റെ ചെറുപ്പത്തിൽ നിരീശ്വരവാദിയായിരുന്ന ഒരു കുശവൻ്റെ പണിസ്ഥലത്ത് ഒരു സുവിശേഷകൻ കടന്നു ചെന്നു. അവിടെ ഒരു കണ്ണാടി ചട്ടത്തിനുള്ളിൽ വെച്ചിരിക്കുന്ന 2 മനോഹര പാത്രങ്ങളെ കണ്ട് തൻ്റെ പ്രശംസ പ്രകടിപ്പിച്ചു. ഇത് വളരെ വിലയുള്ളതായി തോന്നുന്നല്ലോ, എന്ത് വില തന്നാൽ ഇത് കൊടുക്കുമെന്ന് സുവിശേഷകൻ ചോദിച്ചതിന്, വളരെ വിലയുള്ളത് തന്നെ, എന്നാൽ ലോകത്തിലെ സകല സ്വത്തും കൂടെ തന്നാലും ഞാനിത് വിൽക്കുന്നതല്ലെന്ന് കുശവൻ പറഞ്ഞു. അയാൾ തുടർന്ന് ഇപ്രകാരം പറഞ്ഞു: ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മദ്യപിച്ചും ചൂതുകളിച്ചും നടക്കുന്ന കാലത്ത് എന്നെ പിശാചിന് വിറ്റവനായിരുന്നു. ഒരിക്കലൊരു ഉണർവ് യോഗത്തിൽ സംബന്ധിക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു കുപ്പക്കൂന കാണാനിടയായി. അവിടെ ഞാനൊരു കളിമൺ കട്ട കണ്ടു. അത് നല്ലതല്ലെന്ന് കണ്ട് ആരോ എറിഞ്ഞു കളഞ്ഞതായിരിക്കണം. അത് വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കി രൂപപ്പെടുത്തി അത് ചക്രത്തിന്മേൽ വെച്ച് ഇവിധം 2 പാത്രങ്ങളാക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു: എനിക്ക് ഇവിധം ഒരു കളിമൺ കട്ട മനോഹര പാത്രമായി മാറ്റുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് എന്നെ തീർച്ചയായും ഉപയോഗപ്രദമാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഞാൻ എന്നെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചു. ദൈവം എന്നെ പുതുമനുഷ്യനാക്കി. പ്രിയമുള്ളവരെ, ഒരു വർഷം അവസാനിക്കുവാൻ പോകുന്ന ഈ പ്രത്യേക അവസരത്തിൽ കഴിഞ്ഞ കാലത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ എവിടെയൊക്കെയാണോ നമ്മുടെ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്, ആത്മീയ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി നികത്തിക്കൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ പ്രതിഷ്ഠയോടും പുതിയ സമർപ്പണത്തോടും കൂടെ നമുക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ പാപങ്ങളെ ഓർക്കുവാനും അനുദവിക്കുവാനും പുതിയ തീരുമാനമെടുക്കുവാനും ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.